അങ്ങനെ നമ്മുടെ അലീന ശരണ്യക്കൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശരണ്യയോട് പറയുന്നത് നന്നായി പഠിച്ചിട്ട് നീ ജയിച്ചാലേ ഞാൻ ജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ ബബിതോട് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള് വന്നില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല, കൃഷ്ണമോളിൽ നിന്ന് ലാസ്റ്റ് എക്സാമാണ് അവൾ ഇപ്പോൾ എത്തിക്കോളൂ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ബബിതോട് ലെമൺ ടീ എടുക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ. ബബിതയാണെങ്കിൽ ലെമൺ ടീ എടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ സ്കൂൾ വിട്ട് കയറി വരുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോളോട് പറയുന്നുണ്ട് രോഹിത്തിനെ ഒന്ന് വിളിക്കാൻ, എല്ലാവരും കൂടിയായിട്ട് ഒരു കാര്യം പറയാണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ കൃഷ്ണമോൾ രോഹിയേട്ടനെ വിളിക്കുന്നുണ്ട്. രോഹിത്തും താഴെ വരുന്നുണ്ട്. എല്ലാവരോടും കൂടിയായിട്ട് നമ്മളെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നാളെ നമ്മുടെ അലീന ഇവിടുന്ന് പോവുകയാണ്, ആരും വിഷമം കാണിക്കരുത്, അവൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട് അച്ചപ്പം എന്തിനാ അലീന ചേച്ചിയെ പറഞ്ഞു വിടാൻ നിൽക്കണമെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാനാണോ മോളെ പറഞ്ഞു വിടുന്നത്, അവൾ തന്നെയല്ലേ പോണത്, പക്ഷേ അവൾ പോണേൻ്റെ കാരണം ഏറ്റവും കൂടുതൽ അറിയുന്നത് നിനക്കല്ലേ എന്ന് പറയുന്നത്. ആ സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും അലീന പോയാൽ കൂടുതൽ നഷ്ടം നമുക്ക് തന്നെയാണ്, പക്ഷേ എന്താപ്പം ചെയ്യുക, അവൾക്ക് പോയല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മേലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ അലീന കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മനു ആണെങ്കിൽ ഫോൺ വിളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മനു അലീനെ കാണുമ്പോൾ ഫോൺ കട്ടാക്കിയിട്ട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീനോട് പറയുന്നുണ്ട് നീ എന്താ ഇവിടെ ഇങ്ങനെ, ഞാനൊരു വരവ് പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നെ ഇങ്ങനെയല്ല കൊണ്ടുവരണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന പറഞ്ഞു എങ്ങനെ, അതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ നീ വന്നത് എന്തിനാന്ന് പറയേണ്ടത്. ആ സമയത്ത് നമ്മൾ അലീന പറയുന്നുണ്ട് ഞാൻ നാളെ പോവാണ് മനുവേട്ടാ, ഞാൻ എല്ലാവരോടും യാത്ര പറയാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. ആരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മോടും കമല ആൻറ്റിയോടും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട് ഓ ഫസ്റ്റ് ശത്രുവിനോടും സെക്കൻഡ് ശത്രുവിനോടും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് എനിക്ക് യാത്ര പറയണ്ടേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. മനു പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കണ്ണിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മുടെ അലീനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അലീന മനുവിനോട് പറയുന്നുണ്ട് ഞാൻ ബ്രിജിത മമ്മിക്ക് വാക്ക് കൊടുത്തായിരുന്നു, ഞങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ആരാന്നും ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആരോടും പറയില്ല എന്ന്, പക്ഷേ എന്താ ചെയ്യുക എല്ലാവരും അത് മനസ്സിലാക്കി, ഇനി ഞാൻ എൻ്റെ അമ്മോട് ആദ്യം ഒന്ന് ക്ഷമയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോട്ടെ മനുവേട്ടാന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട് വൈജാൻ്റെ മേലെ രഞ്ജുവിൻ്റെ റൂമിലാണ്, വാ നമ്മൾക്ക് അങ്ങോട്ട് പോവാം, അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല, രഞ്ജുവിനെയും കൊണ്ട് പുറത്ത് പോയിനാന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ മനു അലീനയും കൂട്ടിയിട്ട് നമ്മുടെ വൈജയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വൈജയുടെ വാതിൽ തൊട്ടണ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണെന്ന് പറയുന്നത് നമ്മുടെ വൈജയോട്. എനിക്ക് എൻ്റെ ഒരു കാര്യം കേൾക്കണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ വൈജ. ആ സമയത്ത് മനു പറയുന്നുണ്ട് ഇതിൽ അവസാനത്തെ അല്ല ആൻറ്റി, ഒന്ന് കേട്ടോളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വൈജ ഒന്നും കേൾക്കാൻ കൂട്ടാക്കണില്ല. ആ സമയത്ത് നമ്മുടെ മനു അലീനോട് പറയേണ്ടത് എന്തായാലും രണ്ടാളും തമ്മിൽ തല്ലാതെ എന്താ വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരികയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന വാതിലൊക്കെ അടച്ചിട്ട് പറയുന്നുണ്ട് മാഡം ഞാൻ നാളെ അവിടുന്ന് പോവാണ്, ഇനി ഞാൻ ഒരിക്കലും മാഡത്തിനെ ശല്യം ചെയ്യാൻ വരില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാഡം എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നത് നീ ഒരിക്കലും ഗുണം പിടിക്കില്ല അടി, ഈ വൈജയെ പറയണം നീ എവിടെ ചെന്നാലും നീ ഗുണം പിടിക്കില്ല, നീ നശിച്ചേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശപിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് മാഡം എന്തെന്നെ പറഞ്ഞാലും എനിക്കൊന്നും പറ്റില്ല, കാരണം ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പോൾ നിന്നോട് എന്താടി പറഞ്ഞത്, നിന്നോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞപ്പോഴേക്ക് നിനക്ക് എന്തൊക്കെയായിരുന്നു പ്രശ്നം, അവൾക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ കണ്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുമോ ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് പോകാത്തതും മാഡത്തിന് വേണ്ടിയിട്ടാണ്, മാഡത്തിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട് നീ വന്നേ മുതലാണ് ഞങ്ങളുടെ ജീവിതമൊക്കെ നശിച്ചത്, ഞങ്ങൾ അതുവരെ സുന്ദരമായിട്ട് കഴിയായിരുന്നു, ഞങ്ങൾ നല്ല ഐശ്വര്യത്തോടു കൂടിയായിരുന്നു, നീ എന്ന് കാല് കുത്തി വെച്ചോ അന്ന് തുടങ്ങി ഞങ്ങളെ നശിച്ച സമയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോവാണ് മാഡം, ഇനി എന്തായാലും അവിടെ സുഖമായിട്ട് കഴിഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ 22 വർഷമായിട്ട് അവിടെ സുഖമായിട്ട് തന്നെ കഴിയുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് 22 വർഷത്തിൻ്റെ മുന്നേ മാഡം ഒരു ജീവിതം ജീവിച്ചല്ലോ വേറൊരാണിൻ്റെ ഒപ്പം, ആ ജീവിതം മറക്കണ്ട, അതുകൊണ്ട് മാഡം അവിടെ ചെന്നിട്ട് മാഡം ഒന്ന് താഴ്ന്നിട്ടും അച്ഛനോട് പെരുമാറും, അല്ലെങ്കിൽ ഇനിയും അച്ഛന് ദേഷ്യം വരുമെന്ന്, മാഡത്തിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് പറയണം, മാഡം മക്കളൊക്കെ അനുസരിച്ചിട്ട് പറഞ്ഞതനുസരിച്ചിട്ട് ജീവിക്കൂ, ഒന്ന് കുറച്ച് താഴൂ എന്നൊക്കെ പറയണം. എന്തായാലും വൈജയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.